ഹായ് കൂട്ടുകാരെ, നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുന്നവർക്ക് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഈ പ്രശ്നം വരുമ്പോൾ ചെടിയുടെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തൊട്ടാണ് കീടാക്രമണം വരിക. അതുകൊണ്ട് ഈ ഭാഗം കണ്ടോ, ഇവിടം തൊട്ട് എൻ്റെ ഏകദേശം ഒരു ഇത്രയും ഭാഗം മിക്ക ചെടികളുടെയും സ്കിന്ന് തിന്ന് അതിൻ്റെ അകത്തുള്ള ഹാർഡായിട്ടുള്ള തണ്ട് മാത്രം നിൽക്കും. ബാക്കി മുകളിലോട്ട് കുഴപ്പമൊന്നുമില്ല. ഇത്രയും ഭാഗമായിരിക്കും അതിൻ്റെ സ്കിന്ന് തിന്ന് അതിന് ഡാമേജ് വരുത്തുന്നത്. നാട്ടിൻ പുറത്ത് സുലഭമായിട്ട് കിട്ടുന്നതാണ് ഓമത്തണ്ട്, അല്ലെ പപ്പായ തണ്ട്, കപ്പയ്ക്ക തണ്ട് എന്നൊക്കെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടും. ഇതാണ് പപ്പായ തണ്ട്. എൻ്റെ ഏകദേശം ഞാൻ തണ്ട് ഇത്രയും വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണേ. ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ കീറി കൊടുത്തു, ഇതിനകത്താക്കി. എന്നിട്ട് ചെറുതായിട്ട്, ഒത്തിരി അങ്ങ് താഴ്ത്തല്ല, വളരെ ലൈറ്റായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കണം. മണ്ണിൽ ഉറച്ചിരിക്കുന്ന ആ രീതിയിൽ മാത്രം. ഒത്തിരി താഴ്ത്തുവാണെങ്കിൽ വേരിന് പ്രശ്നം വരും. ഞാനിത് ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുവാണേ. ഇത് കെട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതിപ്പോൾ അടുത്തിരിക്കുക, ഇവിടെ ഗ്യാപ്പൊന്നുമില്ല. ഇനി ഈ ഗ്യാപ്പിൽ കൂടെ കീടങ്ങൾ കയറുമെന്നുള്ളൊരു പേടി നമുക്ക് വേണ്ട. ഇതുപോലെ പപ്പായയുടെ തണ്ട് കിട്ടാത്തവർക്ക് വെള്ളം കുടിക്കുന്നതിനുമൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്ന ടൈപ്പിലുള്ള സ്ട്രോയെ ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. ഞാൻ എന്തായാലും ബാക്കി എല്ലാ ചെടികൾക്കും ഇതൊന്ന് ചെയ്യാൻ പോവാണ്. ഇത് പല ആളുകളും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അനുഭവം കമൻ്റായിട്ടിടുക.